റോമാലേഖനം 11:5. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. ലോകത്തിൽ ജീവനുള്ള സത്യദൈവത്തെ വെളിപ്പെടുത്താനും ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അറിഞ്ഞനുസരിക്കാനും ലോകത്തിന് അത് മനസ്സിലാക്കി കൊടുക്കാനും ദൈവം തെരഞ്ഞെടുത്ത ജനമാണ് ഇസ്രായേൽ. ആ ജനതയിലൂടെ ലോകത്തിന് പാപമോചകനായ രക്ഷകനെ ആവശ്യമെന്നും ദൈവം ഗ്രഹിപ്പിച്ചു. ആ രക്ഷകനെ ആ ജനത്തിലൂടെ ലോകത്തിൽ വെളിപ്പെടുത്തി. യേശുക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കുമായുള്ള ഈ രക്ഷാ കവാടം തുറന്നതോടെ ഒരു കാലത്തേക്കെങ്കിലും ദൈവത്തിന് മുമ്പാകെ അവർക്കുള്ള സ്ഥാനം പിന്നോട്ട് പോയി. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവസഭയായി മാറുന്ന സകലരും, അത് യഹൂദനോ പുറത്തുള്ളവരോ എന്ന് വ്യത്യാസമില്ല, അവരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഇവിടെ ന്യായമായി ഉണ്ടാകുന്ന ഒരു ചോദ്യം പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യുകയാണ്. അത് അപ്പോൾ ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞുവോ എന്നാണ്. അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടത് എന്നും ഒരു നിശ്ചിത കാലത്തേക്ക് അവർക്ക് ഭ്രംശം അഥവാ നിരാസം സംഭവിച്ചിരിക്കുന്നു എന്നേയുള്ളൂ എന്നുമാണ്. അപ്പോൾ തന്നെ എക്കാലത്തും ദൈവത്തെ മറക്കുന്നവരുടെ ഇടയിൽ നീതിമാന്മാരായ ഒരു ശേഷിപ്പുണ്ടായിരുന്നതുപോലെ ഇക്കാലത്തും ഇസ്രായേലിയരായ ഒരു കൂട്ടം പേർ ദൈവത്തിൻ്റെ ജനമായി ഉണ്ട്. താൻ ഉൾപ്പെടെയുള്ള യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ ഇസ്രായേലാണ് ആ ശേഷിപ്പ്. അവർക്ക് മറ്റുള്ളവരെക്കാൾ ദൈവസഭയിൽ ശ്രേഷ്ഠത ഉണ്ടെന്നല്ല, യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ഇസ്രായേലിൻ്റെ ഇടയിൽ നിന്നും ഒരു ചെറിയ സംഖ്യ യേശുവിൽ വിശ്വസിച്ചതിനാൽ ഒരു ശേഷിപ്പെന്ന പോലെ ദൈവജനമായിരിക്കുന്നു എന്നാണ് അർത്ഥം. യേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരായ അപ്പോസ്തലർ ഉൾപ്പെടെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പായി ഈ വിശ്വസിച്ച യഹൂദരെ ദൈവം കാണുന്നു. നമ്മുടെ സ്നേഹിതരും ചാർച്ചക്കാരും ഒരുപക്ഷെ ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ചില്ലെങ്കിലും അവരുടെ ഇടയിൽ സ്ഥാനം നഷ്ടപ്പെട്ടാലും ധൈര്യത്തോടെ പിന്മാറാതെ യേശുവിനെ വിശ്വസിച്ചതിനാൽ നമുക്കും ഇത് പ്രചോദനം നൽകുന്നു. കൃപയാൽ നമ്മയും ദൈവം തെരഞ്ഞെടുത്തല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.